പുള്ളിക്കാരി ജസ്റ്റ് ഒരു വയറ് കാണിച്ചൊരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിനെ പുറത്താക്കി. ചിലരെ പുറത്താക്കുന്നില്ല, അത് അതാത് കമ്മ്യൂണിറ്റിൻ്റെതാവും, ഓരോ മേഖലയുമായി സംബന്ധിച്ചാവും. ഞാൻ നിൽക്കുന്നൊരു ഏരിയ അങ്ങനെയാണ്, അത്രയും കവർ ചെയ്ത് ബുർക്കയിട്ട് ഭയങ്കര കവർ ചെയ്ത് നടക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ് മലപ്പുറം. പിന്നെ നാട്ടിലോട്ട് പോകാൻ വയ്യ, ഇവിടെ സിനിമ ലക്ഷ്യമായിട്ടിട്ടാണ് ഞാൻ വന്നത്, അത് നടക്കുന്നില്ല. നാളെ മുതൽ ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ് എൻ്റെ പേര് രാമകൃഷ്ണ നമ്പ്യാർ എന്നാക്കണമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ ഗസറ്റിൽ പേരും കൊടുത്തു, നോട്ടറി ചേഞ്ചസ് വരുത്തി, എല്ലാം വരുത്തി. എൻ്റെ പേര് രാമനുണ്ട്, കൃഷ്ണനുണ്ട്, 2 ഭഗവന്മാരുണ്ട്. പക്ഷെ കാര്യമില്ല, അതിൻ്റെ പിന്നിൽ നമ്പ്യാരോ നായരോ മേനോനോ ഒക്കെ വേണം, എങ്കിൽ തന്നെ എനിക്കൊരു വില അങ്ങോട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ച് എൻ്റെ പേര് മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാരത, കേരള, മലയാള, ഇന്ത്യ നാട്ടിൽ ആർക്കും അതിനൊന്നും പറയാൻ പറ്റില്ല. പേര് മാറ്റണം എന്ന് വിചാരിച്ചാൽ ഞാൻ മാറ്റും ചെയ്യും, അതിൽ രാമനും കൃഷ്ണനും വരികയും ചെയ്യും, കൂട്ടത്തിൽ ഒരു നമ്പ്യാരെ ഞാൻ കയറ്റുകയും ചെയ്യും. ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഞാൻ ഷോർട്സും ഒരു ജസ്റ്റ് ടീഷർട്ടും ഇട്ടിട്ട് നോർമൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കി. ഇതിൽ നിന്ന് ഇതുകൊണ്ടല്ല. അല്ല, ഞാൻ ചോദിക്കുക, ഇപ്പൊ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം യൂസ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി പുറത്താക്കൂ? അൻസിബിനെ പുറത്താക്കിയ ഒരു വിവരം അറിയോ എന്നറിയില്ല. അൻസിബ പുള്ളിക്കാരി. അപ്പൊ ഇതാണ് നമ്മുടെ നിള നമ്പ്യാർ, അതായത് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു. അവർ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് മോഡേൺ ആയിട്ട് ചില വീഡിയോ ഷൂട്ടും ആഡ് ഷൂട്ടും ഒക്കെ ചെയ്ത സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ പുറത്താക്കി, മഹൽ കമ്മിറ്റിയിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് തോന്നി ആ പേരും ആ ഒരു കമ്മ്യൂണിറ്റിയും കൂടെ നിർത്താട്ടെ രീതിയിൽ ഒരു ഹിന്ദു മതം സ്വീകരിക്കാം, പേര് ഈ പറഞ്ഞ നമ്പ്യാർ, എന്താണ് മാളവിക നമ്പ്യാരോ നവ്യ നമ്പ്യാരോ എന്തോ നമ്പ്യാരാവട്ടെ, ആ പേര് ആക്കാം എന്നും അവർ തീരുമാനിച്ചു. ആർക്കെങ്കിലും നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവരെ എതിർക്കാൻ പറ്റുമോ? അവരെ പുറത്താക്കിയ മുസ്ലിങ്ങളെ എതിർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ സ്വീകരിച്ച മതം ഹിന്ദു മതത്തിനെ എതിർക്കാൻ പറ്റുമോ? അവരുടെ പേരിനെ അവർ മറ്റേ ഈ ജാതി പേരായിട്ടിട്ടുള്ള നമ്പ്യാർ എന്തിനെങ്കിലും നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അതാണ് ഇന്ത്യ മഹാരാജ്യം. ഈ മതേതര ജനാധിപത്യ ഇന്ത്യ മഹാരാജ്യത്ത് എനിക്ക് ഇഷ്ടമുള്ള പേര് എനിക്കിടാം, എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഇനി എന്നെ ഒരു മതത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കി, എന്നെ മഹലിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ എന്നെ ഒരു മതവിഭാഗത്തിൽ നിന്ന് പുറത്താക്കി, ഞാൻ വിചാരിക്കും അവർ പുറത്തായിക്കോട്ടെ, എങ്കിലും ഞാൻ ആ മതത്തിനെ ആരാധിക്കും, അല്ലെങ്കിൽ ആ മതത്തിൽ എന്നെ ഞാൻ കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഹൽ കമ്മിറ്റിയിലുള്ള ഉസ്താദക്കന്മാർക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പാടില്ല, അതില്ല. ആ സ്ത്രീ വിചാരിക്കുകയാണ് ഇനി ഞാൻ അതേ മതത്തിനെ പിന്തുടരും, അല്ലെങ്കിൽ ഞാൻ അതേ മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. പണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ കുറേ കാലങ്ങൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രാഹ്മിൻസിനെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണ ചിന്തകൾക്കും ആചാരങ്ങൾക്കും എതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, താഴ്ന്ന ജാതിക്കാരനോട് നിങ്ങൾക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പടിയടിച്ച് പിണ്ടം വെക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് അതിനെ എതിർക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നു? ഇല്ല. ബ്രാഹ്മിൻസിനെ എതിർക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നോ? അവരത് ചെയ്യുമായിരുന്നു. അത് വരച്ച് മനുഷ്യനാവാണ്ടിരിക്കുന്നില്ലല്ലോ. ഈ സ്ത്രീനെപ്പം മുസ്ലിം ഒരു മതവിഭാഗത്തു നിന്ന് അവരെ അങ്ങോട്ട് സമുദായത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു മഹൽ കമ്മിറ്റി, ആ ഒരു പള്ളി കമ്മിറ്റിയുടെ അകത്തുനിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അവർക്ക് അവരെ മതം മാറ്റണം, നിങ്ങൾ മതം മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ അവരുടെ ചില കംഫേർട്ടിന് ഒരു ഹിന്ദു മതം സ്വീകരിക്കുന്നു, കൂട്ടത്തിലൊരു നമ്പ്യാരെ അവർ കയറ്റുന്നു. അതിനും ഹിന്ദു മതത്തിൽ ആർക്കും അവരോട് സംസാരിക്കാൻ പറ്റില്ല. പറയാൻ പറ്റുമോ നിങ്ങൾ ഹിന്ദു മതം സ്വീകരിക്കരുത്, അതല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ നമ്പ്യാർ വെക്കാൻ പാടില്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ ഇത്രയും കിടന്ന് അങ്ങോട്ട് വെകിളി പോണ്ട് ഇതിനെതിരെ സംസാരിക്കുന്ന കാര്യം? ഒരുപാട് ചാനലുകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ. മുസ്ലിങ്ങൾ അങ്ങനെ, മുസ്ലിങ്ങൾ ഇങ്ങനെ, മുസ്ലിം മതം അങ്ങനെ. കുറച്ച് ആൾക്കാർ ഹിന്ദു മതത്തിലോട്ട് ഹിന്ദു മതത്തിന് എന്തിനു വരെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്തിന് ഇവർ നമ്പ്യാരെന്ന് പേരിടുന്നു, നമ്മളെ മതം മഹത്തായ മതമല്ലേ, അതല്ലേ ഇതല്ലേ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ എന്ത് ചവറ് വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. എന്തിനാ നിങ്ങൾ തമ്മിൽ അടി കൂടുന്നത്? ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തു. ഈ പറഞ്ഞ വീഡിയോസും ഈ പറഞ്ഞ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ചിരിച്ച് കണ്ട് മറച്ച് വേറെ പല പരിപാടിയും ചെയ്ത ആൾക്കാരല്ലേ ഈ പറയുന്നതൊക്കെ.
നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഈ ഫോട്ടോ കാണുന്നതിനും വീഡിയോ കാണുന്നതിനും വേറെ പലതും ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവരെ ഏതെങ്കിലും പേര് സ്വീകരിച്ചോട്ടെ, ഏതെങ്കിലും മതം സ്വീകരിച്ചോട്ടെ, അതിൻ്റെ പിന്നാലെ തന്നെ എല്ലാവരും കൂടെ പോകുന്നത്. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ബുദ്ധനോ ജൈനനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനാ തലയിൽ കയറ്റേണ്ട കാര്യം? ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് പിന്നിൽ എന്തിനാ ഈ നാട്ടുകാർ പോകുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടടോ, വിട്ടേക്ക്. കണ്ട് രസിക്കാൻ നിങ്ങളുടെ കണ്ണുകളുണ്ടെങ്കിൽ ഈ ചീത്ത പറയാൻ നിങ്ങളുടെ നാവ് മുതിരുമോ? അങ്ങനെയാണല്ലോ നമ്മുടെ നാട്, അതായിപ്പോയല്ലോ നമ്മുടെ നാട്. അവിടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നതല്ലേ. കഷ്ടം.